കമ്പിയുടെ കാലം കഴിഞ്ഞു, ഈ കമ്പി ഇനി ഉപകാരപ്പെടത്തില്ല, പല്ലിന് മേലെ കമ്പി ഇടാൻ പറ്റത്തില്ല, കമ്പിയുടെ ആവശ്യമില്ല, ഇനി എല്ലാം കാലം മാറി, ഇൻവിസലൈൻ, അലൈനേഴ്സ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മോഡേൺ ട്രീറ്റ്മെന്റ് ഒന്നാണ് പറയപ്പെടുന്നത്. പരസ്യങ്ങൾ കാണുന്നത്, ഫ്ലെക്സ് ബോർഡുകൾ കാണുന്നത്. അതൊന്നും ഒരു ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് മക്കളെ, അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ വായിൽ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പി ഇല്ലാണ്ട് ശരിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ വിടവുകൾ, പല്ലിന്റെ ചെറിയ തിരിയലും മറിയലും, ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇന്ത്യൻ അലൈനേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ അലൈനർ വർക്ക് ആകത്തില്ല, കോംപ്ലിക്കേഷൻ കൂടത്തേ ഉള്ളൂ. സെലിബ്രിറ്റീസ്, പലതരം ബ്ലോഗേഴ്സ് ഇവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ സാധാരണക്കാർ പോയി ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്യുക, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. കോർപ്പറേറ്റ്സ് സെല് ചെയ്യാൻ നോക്കുന്നത് അവരുടെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്, അവർക്ക് ആ സമയത്ത് കിട്ടുന്ന പൈസ മാത്രം മതി. പക്ഷേങ്കിൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ആ അലൈനർ സ്യൂട്ടബിൾ ആണെന്ന കാര്യം കൂടി പറഞ്ഞു തരും. ഇന്ത്യൻ ബ്രാൻഡ്സ്, ചൈനീസ് ബ്രാൻഡ്സ്, പലതരം ബ്രാൻഡ്സ്, ജർമ്മനിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് ഇതൊക്കെ വിട്ടേക്കും. ഇൻവിസലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, US ബേസ്ഡ് ആയിട്ടുള്ള. ആ ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അലൈനറിന്റെ പിതാവ്. അപ്പം അവർ കൊണ്ടുവന്ന ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇൻവിസലൈൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടുന്ന് സ്കാൻ റിപ്പോർട്ട് അവർക്ക് അയച്ചു കൊടുത്ത് US പ്രിന്റ് ചെയ്തിട്ട് തിരിച്ചിവിടെ വന്നിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ഞങ്ങൾ. സോ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, ഒരുവിധം സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഡെന്റിസ്റ്റുകളും അത് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ തന്നെ രാവിലെ വന്ന് വൈകുന്നേരത്തേക്ക് അലൈനർ കിട്ടുമ്പോൾ അതിന്റെ സെയിം ക്വാളിറ്റി അല്ല. സോ ബിവെയർ ഓഫ് ദാറ്റ്. സോ നിങ്ങൾ അനാവശ്യമായി ചതിക്കുഴികളിൽ പെടാതെ സൂക്ഷിക്കുക. ക്ലിപ്പിടിന്റെ കേസിൽ ക്ലിപ്പ് തന്നെ ഇടണം. മുത്തൊട്ടിച്ചാലേ ആ പല്ല് ശരിയാക്കാൻ പറ്റും എന്നാണെങ്കിൽ മുത്തൊട്ടിച്ചേ പറ്റും. ആ സമയത്ത് അലൈനറിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ചില സമയം നിങ്ങൾക്ക് 8ന്റെ പല്ല് കിട്ടാൻ ചാൻസ് ഉണ്ട്.